ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതുപോലെ തന്നെ മുഹബത്ത് സർബത്തിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് കുറച്ച് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റംലാൻ ആയത് കാരണം മുട്ട കൊണ്ടിട്ട് ബജി ഉണ്ടാക്കുന്ന സമയത്തും അതേപോലെ തന്നെ മുട്ട ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് മുട്ട ഇങ്ങനെ സ്ലൈസ് ആക്കണമല്ലോ, നടു കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കത്തി വെച്ച് എങ്ങനെ സ്ലൈസ് ആക്കി കഴിഞ്ഞാലും ആ ഒരു മുട്ട പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അതിൻ്റെ ആ ഒരു മഞ്ഞക്കരൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു മുട്ട നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് സ്ലൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. കത്തിയോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഒരു നൂലെടുക്കാം. ആ നൂല് വെച്ചിട്ട് ഇന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ അത് കട്ടായി കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിതാ കണ്ടില്ലേ, കട്ടായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കരു പൊടിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്ലൈസറോ കത്തിയോ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു പീസ് നൂല് മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഉപ്പേരിക്കൊക്കെ വെജിറ്റബിൾസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇതേപോലെ ഒന്ന് വെക്കാം. അതിനുശേഷം നമ്മളിത് അച്ചിങ്ങ അതേപോലെ പയറോ ബീൻസോ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കൂട്ടി പിടിക്കുക എല്ലാം കൂടെ കേട്ടോ. തലഭാഗവും വാൽഭാഗവും ഇതേപോലെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. ഒരേ ലെവലിലാക്കിയതിന് ശേഷം കേട്ടോ. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പയറുകൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതാ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റബ്ബറിൻ്റെ അറ്റം വരുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പയറുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ജോലിഭാരം കുറയ്ക്കാനും പറ്റും. വേഗത്തിൽ നമ്മുടെ ജോലി ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പം കുട്ടികൾക്ക് വരെ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. അത് വേഗത്തിൽ നമുക്ക് അത്താഴത്തിന് ഉപ്പേരിയൊക്കെ വേണമെന്നുള്ളവരിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. വേഗം നമുക്ക് കട്ടായി കിട്ടും ചെയ്യും. നമ്മുടെ പണികൾ എളുപ്പമാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള ഈ ഒരു കവറ് നമ്മൾ ഒഴിവാക്കാനാണല്ലോ പതിവ്. സാധാരണ നമ്മൾ വേസ്റ്റിലിടും അല്ലെങ്കിൽ കത്തി അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക, വേസ്റ്റിലേക്ക് എറിയലല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് കവർ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിടിലൻ ടിപ്പ് ഉണ്ട് കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബ്രെഡ് കവർ ഞാൻ ഈ കയ്യിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ബ്രെഡ് കവറൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ മുട്ടറ്റം നിന്നോളും. ഇതേപോലെ മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു കൈക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കയ്യിൻ്റെ ഈ ഒരു അറ്റത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്ക് ഈ ഒരു ബ്രെഡ് കവർ വീണ് പോവും അഴിഞ്ഞു പോകും എന്നുള്ള ആ ഒരു പേടി വേണ്ട. നമുക്ക് ഇതേ രീതിയിൽ കയ്യിൽ ഇട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലെ ബാത്റൂം ക്ലീൻ ചെയ്യുക അതേപോലെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുക എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ വോൾട്ടയിലും അതേപോലെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഇടേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ. ഈ ഒരു ബ്രെഡ് കവർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ടതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യുക സിങ്ക് ക്ലീൻ ചെയ്യുക എല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. കൈക്കൊരു ഡാമേജ് ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ സോപ്പോ ലിക്വിഡോ ഒന്നും ആവില്ല കേട്ടോ. ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ബാത്റൂമൊക്കെ സിമ്പിളായിട്ട് ക്ലീൻ ആക്കുകയും ചെയ്യാം. നമ്മുടെ കൈക്ക് ഒരു പരിക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് കൊണ്ട് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ ഇടയ്ക്കൊക്കെ ബ്ലോക്കായി പോകുമല്ലോ അല്ലേ. നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇടയ്ക്കൊരു ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ റംസാനൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മൾ മെഴുക്കുള്ളതും ഇറച്ചിക്കറിയും ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ തന്നെ മെഴുക്കുണ്ടാവും. അതേപോലെ തന്നെ പൊരിക്കടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ
അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ഈ ഒരു മെഴുക്കുള്ള പാത്രമൊക്കെ ഓവറായിട്ട് കഴുകുന്ന സമയത്താണ് വേഗത്തിൽ തന്നെ ബ്ലോക്ക് വന്നു പോവുക. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ഡിസ്പോസിബിൾ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള പാത്രമാണ്. അപ്പോൾ ഇത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് വേസ്റ്റുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഒരിക്കലും നമ്മളിതിന് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹാർപ്പിക്കൊക്കെ നമ്മളിതിൽ ചേർത്തുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഒരിക്കലും ഇതിനായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ടേക്ക് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ക്ലീൻ ആക്കാനുണ്ട് അത്രത്തോളം ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ ഇതിന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗിരിയും ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇതാ പതഞ്ഞിട്ട് പൊങ്ങിയിട്ട് നിലത്തോട്ടൊക്കെ വീണു പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ പഴയ ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പൂണൊന്നും ഒരിക്കലും ഇതിനെ ഉപയോഗിക്കരുത് കേട്ടോ. ഹാർപ്പിക്കൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പഴയ വേസ്റ്റുള്ള എന്തെങ്കിലും കമ്പോ കോലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കൊണ്ടിട്ട് ഇത് അതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് സിങ്കിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ഹോളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രാത്രിയിൽ നമ്മുടെ സിങ്കിൻ്റെ പാത്രം തേക്കലും കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആവണം ഇത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിൽ പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ഈ ഒരു അഴുക്കുകളും പൂപ്പലും പായലും അതേപോലെ നമ്മുടെ മെഴുക്കുള്ള പാത്രം കഴുകുന്ന ആ ഒരു മെഴുക്കിനെല്ലാം നമുക്ക് അലിയിച്ച് കളയാനായിട്ട് പറ്റും ഈ ഒരു ലിക്വിഡ് നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഹാർപ്പിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ സിങ്കിലോട്ടേക്ക് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ഒരു സിങ്കിൽ എന്താ പറയുക കറ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാർപ്പിക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഹാർപ്പിക്കിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. സിങ്കിലെ ബ്ലോക്കെല്ലാം വേഗത്തിൽ തന്നെ നീങ്ങി പോകാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് റംസാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സർവത്താട്ടോ. അപ്പോൾ ഈ ഒരു സർവത്ത് ഉണ്ടാക്കാനായിട്ട് ഇതാ കുറച്ച് ഒരു പീസ് തണ്ണിമത്തനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വാട്ടർമെലൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചുവപ്പുണ്ട് നല്ല മധുരമുള്ള വാട്ടർമെലനാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാട്ടർമെലൻ്റെ ഈ ഒരു തൊണ്ടിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കത്തിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചൊന്ന് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി ഇതാ ഞാൻ അതിലോട്ടേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് എന്താ പറയുക മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാനിതിൽ ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് തന്നെ നല്ല മധുരമുണ്ട് തണ്ണിമത്തന്. പിന്നെ ഇതിൽ മിൽക്ക് മെയ്ഡും കൂടെ ആണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല മധുരം ഉള്ളത് കൊണ്ടിട്ട് മധുരം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു കളറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ട്രോബെറിൻ്റെ ഒരു ഇഞ്ച് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമാണ്, നല്ല തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വെള്ളത്തിനാണല്ലോ കൂടുതൽ ആവശ്യം. അപ്പോൾ തണുപ്പും മധുരവും ടേസ്റ്റുമുള്ള ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.